ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഒരു ലേറ്റസ്റ്റ് തമിഴ് മൂവി, നമ്മുടെ സ്വന്തം വിജയുടെ ഗോട്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിക്കുമല്ലോ. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 2008 നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. നീണ്ടു നിവർന്ന് നടക്കുന്ന ഒരു റെയിൽവേ പാളത്തിൽ കൂടെ ഒരു ട്രെയിൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അജി എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഓഫീസർ തന്റെ ടീമിനൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ റെയിൽവേ പാളത്തിന്റെ നടുവിൽ ഒരു ഗണ്ണും കൊണ്ട് ഇരുന്നിട്ട് എന്താ ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രെയിനിന്റെ സമയമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഹെലികോപ്റ്റർ വരും. അപ്പോൾ നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് ഇരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേലെന്നൊരു ഹെലികോപ്റ്റർ വരും. ആ ഹെലികോപ്റ്ററിനുള്ളിൽ ഒരാളെ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് ഇരുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്ന ഒരാള് യുറേനിയം തരും. അപ്പോൾ ആ ഫേസ് മാസ്ക് മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെ ആരുമല്ല, നമ്മുടെ റിയൽ ഗോഡ് ദ ക്യാപ്റ്റൻ എൻട്രി. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ യുറേനിയം ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്റെ ലാബിൽ കൊണ്ടുപോകണം. അപ്പോൾ കുറച്ച് സമയം വേണമെന്ന് ഇവരോട് പറയുമോ. അപ്പോൾ ഇവർ വെക്കും, ഇതെന്താ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, ഇത് നമ്മുടെ ഹീറോയിന്റെ സൗണ്ട് അല്ലല്ലോ എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ വില്ലൻ ആയിരിക്കും. അപ്പോൾ അവിടെ വില്ലന്റെ എൻട്രി ആയിരിക്കും. നമ്മുടെ രാജീവ് മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ പിന്നെ ട്രെയിനിൽ നിന്ന് എൻട്രി ആകും. അങ്ങനെ വന്ന നമ്മുടെ വില്ലൻ പറയും, ഗാന്ധിനെ പോലെ വേഷം ഇട്ടിട്ട് കുറേ ആളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഗാന്ധിയെ ഒരു വേഷം ഇട്ടിട്ട് കാണുന്നതെന്നുള്ള തഗ് ഡയലോഗ് അടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോഴാണ് നമ്മുടെ തളപതിന്റെ എൻട്രി, ദ റിയൽ ഹീറോ. അങ്ങനെ ഹീറോ വന്നിട്ട് യുറേനിയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പിന്നെ നല്ലൊരു അടിപൊളി ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഹീറോയിന്റെ ഗ്യാങ്ങിലുള്ള ഓരോരുത്തരെ പിന്നീട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കല്യാൺ സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ട്രെയിനിനെ മുട്ടിയിട്ട് ഒരു വണ്ടി ഓടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ സുനിൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് മേലെന്ന് ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് വരുന്നുണ്ട്. പിന്നീട് അവിടെ നടക്കുന്നത് നല്ലൊരു അടിപൊളി ഫൈറ്റ് ആണ്. അപ്പോൾ ഫൈറ്റിന്റെ ഇടയിൽ ഇവർ യുറേനിയം ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ഇടയിൽ മേനോനെ വിടരുത് എന്ന് നമ്മുടെ ഹീറോ പറയും. പക്ഷേ ആ ട്രെയിനിൽ വെച്ച ബോംബൊക്കെ ബ്ലാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇവർ യുറേനിയം എടുത്തിട്ട് മേനോനെ അവിടെ ഇട്ടിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. പിന്നീടുള്ള ഒരു പാട്ടാണ് കാണിക്കുന്നത്. അതിൽ ഇവർ ഫുള്ള് വെള്ളമൊക്കെ അടിച്ചിട്ട് ഫുള്ള് പൂസായിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മളെ ഹീറോ വീട്ടിലേക്ക് കയറി വരികയാണ്, ഫുള്ള് കള്ളൊക്കെ കുടിച്ച് മദ്യപിച്ചിട്ട്. പക്ഷേ ഹീറോയിന്റെ മുമ്പിൽ നമ്മുടെ ഹീറോ പെടും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ പൂജയൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഗണപതി പാട്ടൊക്കെ പാടിയിട്ട് നമ്മളെ ഹീറോ വന്ന് കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് മാറ്റി സെറ്റാക്കി ഇരുത്തി. രാത്രി സംഭവിച്ചതൊന്നും ഒരു ഓർമ്മയേ ഇല്ലാണ്ട് ഒക്കെ എന്തോ ഒരു സ്വപ്നം പോലെ ആക്കിയിട്ട് ഹീറോ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനും ലവ് മാരേജ് ആണ്. അവർക്കൊരു ആൺകുട്ടി ഉണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഹീറോയിന് രണ്ടാമത് പ്രഗ്നന്റ് ആണ്. നമ്മുടെ ഹീറോയിന് ഒരു ആൺകുട്ടി തന്നെ വേണമെന്നാണ്, പക്ഷെ ഹീറോയ്ക്ക് ഒരു പെൺകുട്ടി വേണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ഇവര് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു ഏജന്റ് ആണ് എന്നുള്ള കാര്യം ഹീറോയിന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് വേറെ ആയിരിക്കുമല്ലോ, നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിലെ സുനിൽ ഇന്നലെ ഫുള്ള് മദ്യപിച്ച് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുട്ടീനെ ഒന്ന് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വൈഫ് വിളിച്ചിട്ട് ഹീറോയിനോട് പറയും. അങ്ങനെ ഹീറോ നേരെ പോയിട്ട് അവന്റെ കുട്ടീനെ ഡ്രോപ്പ് ചെയ്തിട്ട് സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയിന്റെ മോന് ആ കുട്ടീനെ നോക്കിയിട്ട് ഒരു ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഹീറോനെ കണ്ടിട്ട് നമ്മുടെ സുനിൽ പറയും, നീ രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായേ, എന്നിട്ട് ഇപ്പം നിന്നെ കണ്ടാൽ വെള്ളം അടിച്ച പോലെ തോന്നൂലാലോ, എനിക്കിവിടെ നടക്കാൻ വരെ പയ്യ, നീ നല്ല ബുദ്ധിമാനാന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനോട് ഡയലോഗ് അടിക്കും. നമ്മുടെ സുനിലിൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ്. അവിടെയാണ് നമ്മുടെ ഹീറോയിനും പോയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4:30 വൈഫിന് ചെക്കപ്പ് ഉണ്ട്, മറന്നുകൊണ്ടാ വൈഫിനെയും കൂട്ടിയിട്ട് വരണമെന്ന് നമ്മുടെ സുനിലിൻ്റെ വൈഫ് ഹീറോയിനോട് പറയും. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നമ്മുടെ ഹീറോ ഓഫീസിലേക്ക് പോകും. നമ്മുടെ ഹീറോയിൻ്റെ ഓഫീസ് പുറമേ കാണുമ്പോൾ ഒരു നോർമൽ ഓഫീസ് ആണെങ്കിലും ഇത് ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് ഏജൻസി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ ഗ്യാങ്ങിന് നസീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഹെഡായിട്ട് വരും. അപ്പോൾ ഇന്നലെ നടന്ന ബോംബ് ബ്ലാസ്റ്റിൽ നമ്മുടെ വില്ലൻ മേനോന് മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കൊറിയൻ ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവർ നസീറിന് കൊടുക്കും. അപ്പോൾ അടുത്ത ഓപ്പറേഷൻ വൈകുന്നേരം 3:30 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ അങ്ങോട്ടേക്ക് നസീർ പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ 4:30 നമ്മുടെ വൈഫിൻ്റെ ചെക്കപ്പ് ഉണ്ടായല്ലോ, ഈ കാര്യം ഹീറോ മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒറ്റയ്ക്ക് ചെക്കപ്പിന് പോയ നമ്മുടെ ഹീറോയിൻ്റെ വൈഫിന് ഹീറോയിനോട് ഒരു ഡൗട്ട് അടിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിക്ക് വേറെ ആരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇവളെ മനസ്സിൽ വരും. ഈ ഡൗട്ട് തോന്നാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം നമ്മുടെ ഹീറോ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് എന്തോ വർക്ക് ചെയ്യുന്നതായിരുന്നു കേട്ടോ, എന്തോ സീക്രട്ട് ഏജന്റ് അല്ലേ. അപ്പോൾ അതിനിടയിൽ
ഇവര് നമ്മുടെ വൈഫ് ഹീറോനെ വിളിക്കും. എന്നിട്ട് എന്താ സാധനങ്ങളെ ലിസ്റ്റൊക്കെ അയച്ചു കൊടുക്കും. ആ തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ഹീറോ അതൊക്കെ കേട്ടും കൊണ്ട് എന്തൊക്കെയാണ് വേണ്ടതൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഒരു പെണ്ണ് വന്നിട്ട് ആരാന്ന് ചോദിക്കുന്ന സൗണ്ട് കേൾക്കും. അപ്പം തന്നെ ഈ പെണ്ണിൻ്റെ വോയിസ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഫോൺ കട്ട് ചെയ്യും. ആ വോയിസ് കേട്ടപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ മേലെ ഡൗട്ട് വന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന് സുനിലിൻ്റെ വൈഫിനോട് പറയുമ്പോൾ അവൾ പറയും, അവരൊന്നും അങ്ങനെ ചെയ്യില്ല, അവരങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല എന്ന് പറയും. എന്നാലും നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറയും ഇവളോട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഇന്നലെ കല്യാണിൻ്റെ വീട്ടിലാണ് ഉറങ്ങിയത് എന്ന് പറയും. അപ്പം തന്നെ നമ്മുടെ ഹീറോയിന് കല്യാണിനെ വിളിക്കും. അങ്ങനെ കല്യാണം പറയും, ഇവിടെ തന്നെയാണ് ഉണ്ടായത്, ഇപ്പം ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ എന്ന്. അടുത്തതായിട്ട് നമ്മുടെ ഹീറോയിന് സുനിലിനെ കോൾ ചെയ്യും. അപ്പോൾ സുനിൽ പറയും, കുറച്ച് കൂട്ടി പറയും, എൻ്റെ കൺമുന്നിൽ തന്നെ അവൻ ഉറങ്ങുന്നുണ്ടായി, ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹീറോ ആകെ കിളി പോയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹീറോയിന് സംശയം ഉണ്ടെന്നുള്ള കാര്യം ഇവനോട് പറയുമ്പോൾ ഞാൻ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സംശയമാണ്, അപ്പോൾ ഞാൻ പുറത്ത് വിദേശത്തേക്ക് പോകുന്നുണ്ട്, എന്തായാലും അപ്പോൾ നീയും എൻ്റെ കൂടെ വാന്ന് പറയും. നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പായിട്ട് പോകാമെന്ന് പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു സീക്രട്ട് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതറിഞ്ഞ് ഇവൻ്റെ ഫ്രണ്ട്സ് പറയും, നിൻ്റെ ജീവൻ തന്നെ അവിടെ ആപത്താ, അപ്പോൾ നീ ഫാമിലി ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കുന്നു. അപ്പോൾ ഇവൻ പറയും, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫല്ലേ, അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുന്നത് മോശമല്ലേ പറഞ്ഞിട്ട് ഇവന് വൈഫിനെയും കുട്ടീനെയും കൂട്ടിയിട്ട് ഇവർ നേരെ വിദേശത്തേക്ക് പോകും. അങ്ങനെ അവർ ബാങ്കോക്കിലേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്ന് ഒരു സോങ് ഒക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ പകൽ മൊത്തം ഫാമിലിനോട് സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ഇവന് സീക്രട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകും. ഈ ഓപ്പറേഷന് സുനിലും അജയും വന്നിട്ടില്ല, നസീറും നമ്മുടെ ഹീറോയും പിന്നെ കല്യാണമാണ് പോയിട്ടുള്ളത്. അങ്ങനെ രാത്രി വലിയൊരു ഫൈറ്റോട് കൂടിയിട്ട് ആ ഓപ്പറേഷനും കഴിയും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഫാമിലീൻ്റെ കൂടെ നമ്മുടെ ഹീറോ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരൊക്കെയോ വന്നിട്ട് ഹീറോയിനെയും ഫാമിലീനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഹീറോയിന് പ്രഗ്നൻസീൻ്റെ വേദന വരും. അങ്ങനെ നേരെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇവരവിടുന്ന്. അങ്ങനെ ഈ അടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ടായ നമ്മുടെ ഹീറോയിന് പെട്ടെന്ന് തൻ്റെ മോനെ ശ്രദ്ധിക്കാനാവില്ല. പിന്നെ നോക്കുമ്പോൾ അവൻ്റെ മോനെ അവിടെ കാണുന്നുണ്ടാവില്ല, അവൻ്റെ മോനും മിസ്സിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ നടന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ സീക്രട്ട് ഏജൻറ്റാന്നുള്ള കാര്യമൊക്കെ തൻ്റെ വൈഫിനോട് പറയും. അപ്പോൾ ഇത് കേട്ട് ഇവളോട് നിങ്ങൾ എന്തിനാ എന്നോട് ഇത് മറച്ചു വെച്ച് വന്നിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ നമ്മുടെ ഹീറോ കുട്ടി എവിടെയെന്ന് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ട് നസീറും കല്യാണം കൂടെ വരും. അപ്പോൾ കുട്ടി എവിടെയെന്ന് ഇവർ CCTVയിലൊക്കെ നോക്കുമ്പോൾ ഏതോ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെ ആ CCTVയിൽ ആ വാനിൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർ അതിനെ ഫോളോ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ ആ വാന് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അതിലുണ്ടായ കുട്ടിയും ആ സ്ത്രീയും കൂടെ ആ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ ഹീറോ കരഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ട് വാർഡിൽ പോയി നോക്കുമ്പോൾ അവനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അവിടെ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറയും. പിന്നീട് ഇവിടെ സീൻ കട്ടായിട്ട് പുതിയൊരു സീനാണ് കാണിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ വീട്ടിൽ ഹീറോയിൻ്റെ വൈഫും മോനും ഉള്ള ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മോള് വലിയതായിട്ടുണ്ടാകും, പക്ഷേ നമ്മുടെ ഹീറോയിനും പിരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഹീറോ ആയിരിക്കും ഡെയിലി അവൻ്റെ മോളെ സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതും കൂട്ടിയിട്ട് വരുന്നതൊക്കെ. അങ്ങനെ ഡെയിലി പോകുന്ന പോലെ ഇന്നും പോയി. അപ്പോൾ അവിടെ നമ്മുടെ സുനിലിൻ്റെ മോളും ബർത്ത്ഡേ ആയിരിക്കും ഇന്ന്. അതിന് ഇവനോട് വരാൻ വേണ്ടിയിട്ട് പറയും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഫുള്ള് ഡിപ്രസ്ഡ് ആവും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ സീക്രട്ട് ഏജൻസിയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എയർപോർട്ടിലേക്ക് നമ്മുടെ നസീറും ഫാമിലിയും കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സുനിലിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഇല്ല, അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാമെന്ന് എല്ലാവരോടും പറയും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവരെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിയാണ്. അവിടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ നസീർ പറയും ഫോറിനിൽ ഒരു പുതിയ എംബസി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയ നമ്മുടെ മിനിസ്റ്റർ എന്തൊക്കെയോ അയാളെ വായിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് സംസാരിച്ചിട്ട് അത് അവിടെയുള്ള ആൾക്കാരെ എടുത്തിട്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ആ പ്രോസസ്സ് മുടങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എയർപോർട്ട് ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മുടെ ഹീറോയിനോട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് നസീർ. ആ ഫോറിലേക്ക് പോയിട്ട് അവിടെയുള്ള ഓഫീസർമാരോടൊക്കെ സംസാരിച്ചിട്ട് ഈ എംബസി തുറക്കാൻ വേണ്ടിയിട്ടുള്ള
കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുമോ എന്ന് നസീർ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. സീക്രട്ട് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തത് ആരോട് പറയാത്തതിന്റെ ദേഷ്യത്തിലാണ് എൻ്റെ വൈഫ് എന്നെ ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മോളെ ഡ്രൈവർ ആക്കിയിട്ട് നിർത്തിയിട്ടുള്ളത്. നീ ഇപ്പോൾ അതും കൂടെ ഇല്ലാണ്ടാക്കുമെന്ന് നമ്മുടെ ഹീറോ ഇവനോട് ചോദിക്കും. അപ്പോൾ നമ്മുടെ നസീർ ഹീറോയിനോട് പറയും, അങ്ങനെയൊന്നും ഇല്ല, നീ ഒരു സീക്രട്ട് ഏജന്റ് ആയിട്ടൊന്നല്ല പോകുന്നത്, ഒരു എയർപോർട്ട് ഓഫീസർ മാത്രമായിട്ടാണ് പോകുന്നത്. ജസ്റ്റ് നീ ഒന്ന് പോകുന്നു, സൈൻ ചെയ്യുന്നു, അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് തീർക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഫോറിലേക്ക് പോകും. എന്നിട്ട് അവിടെ എന്താ പ്രശ്നം എന്നുള്ളതൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവിടെ വലിയൊരു ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനൊക്കെ അടിയുള്ളൂ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ ഹീറോ ഷോക്കാവും. അപ്പോൾ അടി ഉണ്ടാക്കാൻ വന്ന ആൾക്കാരുടെ ഇടയിൽ നോക്കുമ്പോൾ ഹീറോനെ പോലെ തന്നെ ഒരു പയ്യൻ, പുതിയൊരു ഹീറോയിൻ്റെ എൻട്രിയാണ് ഇവിടെ. ഇത് കണ്ട് ഷോക്കായി നമ്മുടെ ഹീറോ നേരെ ഇതിനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിനെ പോലുള്ള ആ പയ്യനെ പിടിക്കേണ്ടത് എൻ്റെ കടമയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി ആ ചലഞ്ച് ഏറ്റെടുക്കും. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഹീറോ ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കണ്ട നമ്മുടെ ഹീറോയിനെ പോലുള്ള മറ്റേ ചിന്ന ഹീറോ ഇല്ലേ, അയാളെ കാണും. അങ്ങനെ വലിയ ഹീറോ നമ്മുടെ ചെറിയ ഹീറോയിനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറിയ ഹീറോ ഇല്ലേ, അവന് നമ്മുടെ വലിയ ഹീറോയിനോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അച്ഛനല്ലേ? ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കണ്ണൊക്കെ കലങ്ങി ഫുള്ള് സങ്കടത്തിലാവും. അങ്ങനെ ഹീറോ പറയും, നീ മരിച്ചെന്നാണ് ഞാൻ കരുതിയത്, നിന്നെ തിരിച്ചെടുത്ത് ഞാൻ കരുതിയിട്ടില്ല എന്നൊക്കെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അടിക്കുന്നതിൻ്റെ ഇടയിൽ പറയും, ഇവിടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഹീറോ പറയും, നീ എന്നാ ഇന്ത്യയിലേക്ക് വന്ന്. അപ്പോൾ ഈ നമ്മുടെ ചെറിയ ഹീറോ പറയും, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഒട്ടും സേഫ് അല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഇവരെന്നെ ആക്രമിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു ഗ്യാങ് വന്നിട്ട് ഇവർ രണ്ടാളെയും ആക്രമിക്കാൻ നോക്കും. നമ്മുടെ കുട്ടി ഹീറോനെ ആക്രമിക്കാനേക്ക് നോക്കുക. അപ്പോൾ സ്വന്തം മോനെ ആക്രമിക്കാൻ നോക്കിയിട്ട് ഏതെങ്കിലും ഒരാഴ്ച നോക്കിക്കോ, അപ്പം തന്നെ ഇവന് അവരോട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ വലിയൊരു അടിയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഈ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നമ്മുടെ മോനെയും കൂട്ടിയിട്ട് നേരെ ഇന്ത്യയിലേക്ക് പോകും. എന്നിട്ട് തൻ്റെ വൈഫിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ട് വൈഫും അവർ പിന്നെ രണ്ടാളും കൂടെ സെറ്റായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ പിന്നത്തെ സീനിൽ ഒരു സോങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സോങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ സുനിലിൻ്റെ മോളില്ലേ, നമ്മുടെ ഹീറോൻ്റെ മോന് ആദ്യം ഫ്ലൈങ് ഒക്കെ കൊടുത്ത് അവളെ കാണിക്കും. അപ്പോൾ ഇവനിക്ക് പെട്ടെന്ന് അവളെ കാണുമ്പോൾ പെണ്ണിയും ക്രഷ് അടിക്കും. അങ്ങനെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ലവൊക്കെ സെറ്റാവും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിന് ഒരു കട്ട ഫ്രണ്ട് ഉണ്ട്, സീനു. അപ്പോൾ അവനുമായിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ കള്ളൊക്കെ കുടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. തൻ്റെ മോനെ തിരിച്ചു കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹീറോയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അത് വേറെ ആരുമില്ല, നസീർ ആയിരിക്കും. എന്നിട്ട് ഹീറോയിനെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയും. അങ്ങനെ ഹീറോയിനെ കാണാൻ വേണ്ടി വരുന്ന നസീറിനെ ആരോ ബൈക്കിൽ ഇങ്ങനെ ചേസ് ചെയ്തിട്ട് പുറകിൽ വരുന്നുണ്ടാവും. എന്നിട്ട് അവനെ ആക്രമിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ തന്നെ നസീർ നമ്മുടെ മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ പെട്ടെന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ഉണ്ടാവും അവിടെ. പിന്നീട് അവിടെ നടക്കുന്നത് ഹീറോയും ഈ വന്ന ചങ്ങായി തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയിനെ വിട്ടിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഇട്ടിട്ട് വന്ന ആ ബൈക്കിൽ വന്ന ചങ്ങായില്ലേ, അയാൾ നമ്മുടെ നസീറിനെ കുത്തിക്കൊല്ലും. ഹീറോയിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് ഊരി മാറ്റുമ്പോൾ അത് ഷോക്കായിട്ടുണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ മോനില്ലേ കുട്ടി ഹീറോ, അവനായിരിക്കും. അങ്ങനെ ഇതൊന്നും അറിയാത്ത പോലെ അവനിട്ട ഷർട്ടൊക്കെ അയച്ചു മാറ്റിയിട്ട് നമ്മുടെ CSKൻ്റെ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ടീമിൽ ഒരാളാന്നുള്ള നിലയിൽ അങ്ങനെ സന്തോഷിച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പഴയ ദളപതി ഔട്ട്, ന്യൂ ദളപതി കം എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇവിടെയാണ് നമ്മുടെ ഇൻ്റർവെൽ. പിന്നീട് സെക്കൻഡ് ഹാഫ് ആണ് കാണിക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നസീറിൻ്റെ ഡെഡ് ബോഡീനെ കാണാൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നമ്മുടെ കുട്ടി ഹീറോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിയൽ ഹീറോ അവൻ്റെ ഗ്യാങ്ങിനോട് സംസാരിക്കുന്നത് ഇവനിങ്ങനെ കേൾക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിൻ്റെ സെൽഫോൺ ഇവന് ഹാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു എയർപാഡ് വെച്ചിട്ടായിരിക്കും ഇവന് അവർ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, എന്തോ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പറയുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ നസീർ സാറിന് ഇങ്ങനെ സംഭവിച്ചത്, അതെന്തായിരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നസീറിൻ്റെ ചീഫിനോടായിരിക്കും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ പറയും, എനിക്ക് സീക്രട്ട് ഏജൻസിയിലേക്ക് തിരിച്ചു വരണം എന്ന് നമ്മുടെ ചീഫിനോട് പറയും. അങ്ങനെ നമ്മുടെ ചീഫ് പറയും, ലയൺ ഈസ് ഓൾവേസ് എ ലയൺ എന്ന് പറഞ്ഞിട്ട് നല്ല പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ ഹീറോയിനെയും ഈ സീക്രട്ട് ഏജൻസിയിലേക്ക് വെൽക്കം ചെയ്യും. അപ്പോൾ നമ്മുടെ നസീറിൻ്റെ ഫോണും മിസ്സായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് മെട്രോൻ്റെ ഉള്ളിൽ കൂടെ ഓടുമ്പോൾ വീണു പോയതായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ കുട്ടി ഹീറോയിൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടാവും. എന്നാൽ അവൻ്റെ കയ്യിൽ നിന്നും അത് ആരോ കട്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോൺ മിസ്സായ കാര്യം നമ്മുടെ കുട്ടി ഹീറോയ്ക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും. അപ്പോൾ അതിൽ ഡാഡിനായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാരാന്ന്
അറിയുമ്പോൾ പുതിയൊരു ട്വിസ്റ്റ്. അതാരായിരിക്കും? ഇവൻ്റെ ഫോൺ കോളിൽ ഡാഡ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ട് ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, നേരത്തെ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചില്ലേ നമ്മുടെ വില്ലൻ മേനോൻ, അവനായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്കാണ് പിന്നീട് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ട്രെയിനിൽ നമ്മുടെ വില്ലന് തന്നെ ഫാമിലി ആയിട്ട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോഴാണ് അവിടെ ആ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ നടന്ന ബോംബ് ബ്ലാസ്റ്റിൽ നമ്മുടെ വില്ലൻ്റെ മകനും മകളും വൈഫും ഒക്കെ മരിച്ചിട്ടുണ്ടാവും. ഈ വില്ലൻ മാത്രമായിരിക്കും ബാക്കിയായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ദേശത്തിലൊക്കെ നടക്കുന്ന നമ്മുടെ വില്ലൻ നമ്മുടെ ഹീറോയിനെ എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് പറഞ്ഞുള്ള വാശിക്ക് നടക്കുമ്പോഴായിരിക്കും ഇവർ ബാങ്കോക്കിൽ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് കാണുക. അങ്ങനെ ഇതിൻ്റെ ഇടയിലായിരിക്കും ഇവൻ്റെ മകനെ നമ്മുടെ വില്ലനായിരിക്കും അവിടുന്ന് കടത്തിയിട്ട് പോവുക. അങ്ങനെ കടത്തിയിട്ട് പോയിട്ട് ഇവനൊരു സൈക്കോൻ്റെ കയ്യിലായിരിക്കും ഇവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആ സൈക്കോൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവൻ്റെ മൈൻഡെ ഫുള്ള് മാറ്റിയിട്ട് ഇവന് പാസ്റ്റ് എന്താന്നുള്ള കാര്യം തന്നെ ഇവനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. അങ്ങനെ അവൻ്റെ മൈൻഡെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടാകും. അതിനുശേഷം ഇവനെ ഈ നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഫുള്ള് ചുമതലയൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ വില്ലൻ്റെ മോനായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇവൻ്റെ ബിസിനസ്സൊക്കെ ഫുള്ള് നോക്കി നടത്തുന്നത് നമ്മുടെ കുട്ടി ഹീറോ ആയിരിക്കും. മേനോൻ ഇവനെ സഞ്ജയ് എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഒറിജിനൽ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ എന്നായിരിക്കും. പിന്നീട് ഒരു ദിവസം നമ്മുടെ മേനോന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ കുട്ടി ഹീറോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് നമ്മുടെ ഫാമിലീനെ മൊത്തം കൊന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാണ് നിൻ്റെ ബയോളജിക്കൽ ഫാദർ, എൻ്റെ ഫാമിലീനെ നശിപ്പിച്ചവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ നശിപ്പിക്കാൻ പോകുന്നത് നിൻ്റെ ഫാമിലീനെ ആയിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നിൻ്റെ അച്ഛനെ കൊല്ലുമോ ഇവൻ ചോദിക്കും. എന്നിട്ട് പറയും ഇപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സത്യമൊന്നും നിന്നോട് പറയാതെ തന്നെ നിൻ്റെ അച്ഛനെ നിന്നെക്കൊണ്ട് കൊല്ലിക്കുക. പക്ഷെ അത് വേണ്ട, നീ തന്നെ നിൻ്റെ അച്ഛനെ കൊല്ലണ നിനക്ക് എന്നെ തോന്നിയിട്ട് നീ എന്നെ ചെയ്യണം, അതാണ് എൻ്റെ എന്ന് നമ്മുടെ മേനോന് ഹീറോയിനോട് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കുട്ടി ഹീറോനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തയ്യാറൊക്കെ എടുക്കും പിന്നീട്. അങ്ങനെ നമ്മുടെ കുട്ടി ഹീറോ ഓരോ പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഹീറോ നമ്മുടെ സീക്രട്ട് ഏജൻസിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നസീറിൻ്റെ കൊലപാതകത്തിന് ആരെ കാരണം എന്നൊക്കെ ഉള്ള എന്തെങ്കിലും തെളിവുണ്ടോ നോക്കുമ്പോൾ അവന് യൂസ് ചെയ്ത ബൈക്കിൻ്റെ ഒരു നമ്പറോ CCTVയിൽ ഒന്നും ഒരു സംഭവം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ നസീറിൻ്റെ ഫോണും മിസ്സായിട്ടുണ്ടാകും. അപ്പോൾ സഞ്ജയിന് ഫ്രണ്ട് ഇല്ലേ, നേരത്തെ ഈ ഫോൺ കയ്യിലുണ്ടായി എന്നിട്ട് അവൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. അവനും ഈ ഫോൺ എവിടെയാണെന്ന് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, കാരണം അവനൊരു ഹാക്കർ ആയിരുന്നു. പിന്നീട് ഇവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ അജയ് ഇല്ലേ സീക്രട്ട് ഏജൻസിയിലുള്ള, അവൻ നേരെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് പറയും നസീറിൻ്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഹീറോയ്ക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന ടൈമിൽ തന്നെ നമ്മുടെ കുട്ടി ഹീറോയ്ക്കും ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഈ ഫോൺ ആരെ കയ്യിലാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഒരു ഫോൺ കട്ടെടുക്കുന്ന ഒരാളുണ്ടാവും, ഡയമണ്ട് ബാബു, അയാളെ കയ്യിലായിരിക്കും ഈ ഫോൺ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹീറോ ഈ ബാബുവിനെ വിളിച്ചിട്ട് ഫോൺ തിരിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ ടൈം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കുട്ടി ഹീറോ ഇല്ലേ സഞ്ജയ്, അവൻ ഈ ഡയമണ്ട് ബാബുവിനെ വിളിച്ചിട്ട് വലിയ ഹീറോ നിനക്ക് 50,000 ആയിരിക്കും തരുമോ, ഞാൻ നിനക്ക് 1,00,000 രൂപ തരാം ഫോൺ തിരിച്ചു തന്നാൽ എന്നുള്ള ഡീലിൽ ഉറപ്പിക്കും. അങ്ങനെ കുട്ടി ഹീറോ ഇവനോട് ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോൺ വാങ്ങാൻ വേണ്ടി വരുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയും അജയും ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. ആ ടൈമിൽ നമ്മുടെ അജയ് ഹീറോൻ്റെ ഫോണിൽ ഇവന് നേരത്തെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ബഗ് വെച്ചില്ലേ, ആ കാര്യം നമ്മുടെ അജയ് കണ്ടുപിടിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ആ ഫോൺ അവിടെ നിന്ന് എറിഞ്ഞിട്ട് വേറൊരു ഫോൺ എടുത്തിട്ട് നമ്മുടെ ഡയമണ്ട് ബാബുവിനെ വിളിക്കും. എന്നിട്ട് ഡയമണ്ട് ബാബുവിനോട് പറയും എനിക്ക് 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ അവൻ വലിയൊരു കൊലപാതകിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് ഇവനോട് വരാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ആ ഹോട്ടലിലേക്ക് നമ്മുടെ ഹീറോയും സഞ്ജയും കൂടെ വന്നിട്ടുണ്ടാവും. ഇവർ ഡയമണ്ട് ബാബുവിനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അജയ് വന്നിട്ട് ഡയമണ്ട് ബാബുവിൻ്റെ നിന്ന് ആ ഫോൺ കളക്ട് ചെയ്തിട്ട് പോകും. അപ്പം തന്നെ നമ്മുടെ സഞ്ജയ് വന്നിട്ട് അജയിനെ കൊന്നിട്ട് ആ ഫോണും എടുത്തിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് നമ്മുടെ റിയൽ ഹീറോ ഇവൻ എവിടെയാന്ന് ആ ഹോട്ടലിലുള്ള റൂമിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഇവനവിടെ നമ്മുടെ ഇവൻ്റെ ലവർ ഇല്ല, നേരത്തെ ഫ്ലാഷ് ബാക്കിലൊക്കെ പറഞ്ഞ അവളുമായിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയും കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു പുറത്തേക്ക് വന്നതാ, ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ജോലിയാക്കാൻ വേണ്ടി വന്നതാന്ന് പറയും. അങ്ങനെ അജയ് മരിച്ച കാര്യം നമ്മുടെ ഹീറോ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇവർ നമ്മുടെ ഹീറോയും ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സും ഇല്ല, അവർ സംസാരിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇവർ പറയും നമ്മുടെ കുട്ടി ഹീറോ ഫോറിന്ന് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ഇവരോട് പറയും അജയ് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ്റെ ഗ്യാങ്ങിനെ ഫോളോ ചെയ്യണമെന്ന്.
അപ്പോൾ ഇവർ ഫസ്റ്റ് നമ്മുടെ ഹീറോ അവിടെ പോയപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടായില്ലേ നമ്മുടെ കുട്ടി ഹീറോൻ്റെ എൻട്രിയിൽ. അപ്പോൾ അതിലുണ്ടായ ഒരാളെ ഇവർ ഫോളോ ചെയ്യും പിന്നീട്. അപ്പോൾ ഇയാൾ അവിടെ ഹാർബറിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിനും സുനിലിനും കല്യാണും ഒരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവർ നേരെ ഹാർബറിലേക്ക് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സഞ്ജയ്ക്കും ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മുടെ സഞ്ജയ് സുനിലിൻ്റെ മോളില്ലേ ഇവന് ലവ് ആക്കിയിട്ടുണ്ടായേ അവളെ അവിടെ പിടിച്ചിട്ട് കെട്ടിവെക്കും ഹാർബറിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മുടെ സുനിലിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എൻ്റെ ഗ്യാങ്ങിലുള്ള അവനെ വിട്ടാൽ മാത്രമേ ഞാൻ നിങ്ങളെ മോളെ റിലീസ് ചെയ്യൂന്ന് ഇവനിക്കൊരു മെസ്സേജ് അയക്കും. അങ്ങനെ നമ്മുടെ സുനിലിനെ ഇവന് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവൻ്റെ മോളെ ഫേസ് മാത്രം ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ സുനിൽ ഹാർബറിലുള്ള ഇവൻ്റെ ഫ്രണ്ടിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ ഈ തീരുമാനം സുനിലിൻ്റെയും ഹീറോയിൻ്റെ ഇടയിൽ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് കല്യാണം വന്നിട്ട് പറയും, നിങ്ങൾ രണ്ടാളും കൂടെ അടികൂടിയിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവൻ്റെ മോളിൽ അവൻ്റെ പേര് ശ്രീനിധി എന്നായിരിക്കും, ശ്രീനിധിനെ പുറത്തു കൊണ്ടുവരാനാണ് നോക്കേണ്ടതെന്ന് പറയും. അപ്പോൾ നമ്മുടെ കുട്ടി ഹീറോ എന്തിനാ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവളെ തട്ടിയെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഗ്യാങ്ങിലുള്ള ആ ചെക്കനെ പിടിച്ചില്ല ഇവർ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വില്ലൻ ഇല്ല മേനോൻ, അവനും കൂടെ ലോക്കായിട്ടുണ്ടാവും. അപ്പോൾ സത്യം ഇവരെങ്ങനെയെങ്കിലും മനസ്സിലാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ കുട്ടി ഹീറോ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സഞ്ജയ് നമ്മുടെ ശ്രീനിധിനെ കൊല്ലും. എന്നിട്ട് അവളിങ്ങനെ ജീവന് വേണ്ടി പെടുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടേക്ക് കല്യാണം വരും. അപ്പോൾ ഇതിനൊക്കെ കാരണം ഹീറോയിൻ്റെ മകനാണ് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വില്ലൻ്റെ ടീമിലായിരിക്കും നമ്മുടെ കല്യാണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവളെ ശ്വാസം മുട്ടിച്ചിട്ട് കല്യാണും നമ്മുടെ ശ്രീനിധിനെ കൊന്നു കളയും. അപ്പോൾ ഇവിടെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ വലിയൊരു ട്വിസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. നമ്മുടെ ഫ്ലാഷ് ബാക്കിലുണ്ടായ സ്ഫോടനില്ലേ അതിൽ നമ്മുടെ മേനോനെ പൈസ വാങ്ങിയിട്ട് രക്ഷിച്ചത് ഈ കല്യാണമായിരിക്കും. ഹീറോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാങ്കോക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആൾക്കാരെ വിട്ടതും നമ്മുടെ കല്യാണമായിരിക്കും. അതുമാത്രമല്ല മേനോന് മരിച്ചെന്നുള്ളൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ നസീറിന് കൊടുത്തതും കല്യാണമായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ നസീർ ഇത് ഹീറോയിനോട് സംസാരിക്കാൻ വരുന്നതിൻ്റെ ഇടയിൽ ആയിരിക്കും ഈ നമ്മുടെ ചീന ഹീറോ ഇല്ലേ കുട്ടി ഹീറോ, അവനിക്കും ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ട് നസീറിനെ കൊന്നതും നമ്മുടെ കല്യാണമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഡയമണ്ട് ബാബുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവ പറയും, ഞാൻ നസീറിൻ്റെ കയ്യിൽ നിന്നല്ല വേറൊരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്നാണ് ഫോൺ അടിച്ചു മാറ്റിയെന്ന് പറയും. അപ്പോൾ ഹീറോ പറയും, അവനെ എവിടെ കണ്ടാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ തരണമെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ബാബുവിനെ അവിടുന്ന് പറഞ്ഞു വിടും. പിന്നീട് നമ്മുടെ ഹീറോ നേരത്തെ ഇവൻ്റെ ഗ്യാങ്ങിലുള്ള ഒരു ചെക്കനെ ഹാർബറിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായില്ലേ അവനെ കൊല്ലും. എന്നിട്ട് ഇനി ഇവനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ പ്ലാനൊന്നും അവൻ അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടുന്ന് കൊല്ലും. അടുത്ത സീനിൽ നമ്മുടെ ഡയമണ്ട് ബാബു ബിരിയാണി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഫോൺ അടിച്ചു മാറ്റിയില്ലേ ഹീറോൻ്റെ ഫ്രണ്ട് അവനെ കാണും അവിടുന്ന്. അപ്പം തന്നെ ഇവന് നേരെ ഹീറോനെ വിളിച്ചിട്ട് ഈ കാര്യം ഇൻഫോം ചെയ്യും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മുടെ കുട്ടി ഹീറോൻ്റെ ഫ്രണ്ടില്ലേ ഈ ഫോൺ ഇതാക്കി അവനെ ഫോളോ ചെയ്തിട്ട് പോകും. അങ്ങനെ ഇവനെ ഫോളോ ചെയ്തിട്ട് ഇവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് CCTV ഫുട്ടേജൊക്കെ നോക്കി ബാക്കിയുള്ള എല്ലാ തെളിവുകളും ഇവരെ കയ്യിൽ കിട്ടും. ടോപ്പ് ടു ബോട്ടം എല്ലാ സംഭവങ്ങളും ഇവരെ കയ്യിലുണ്ടാകും. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി ആരോ ഫോണിൽ വിളിച്ചിട്ട് പിറ്റേ ദിവസം കാണാമെന്ന് പറയും. അങ്ങനെ ഹീറോയും ഗ്യാങ്ങും കൂടെ അതാരാ വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ വിളിച്ചിട്ട് പറയും, നമ്മുടെ മോനെ കാണുന്നില്ല എന്ന് പറയും. പിന്നത്തെ സീൻ നമ്മുടെ കുട്ടി ഹീറോ സഞ്ജയ് ഇല്ലേ അവനെ പിടിച്ചിട്ട് പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവന് പോലീസുകാരോട് പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, ഒന്നുമല്ല ഞാൻ അത്ര കാലം സ്നേഹിച്ച എൻ്റെ ശ്രീനിധിനെ വരെ കൊന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സുനിൽ കയറി വരും. എന്നിട്ട് പറയും, നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല, നീ കാണുന്നതിന് മുമ്പേ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ തുടങ്ങിയതാണ്. അപ്പം തന്നെ നമ്മുടെ സുനിലിൻ്റെ കയ്യിലുള്ള ഗണ്ണ് വാങ്ങിയിട്ട് നമ്മുടെ കുട്ടി ഹീറോയിലെ അവൻ സുനിലിനെ കൊല്ലും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് ഇവനെ അടിക്കും. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ ഫോണിലേക്ക് കോൾ വരും, ഹീറോയിൻ ഇരിക്കും. എന്നിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേനോന് ഹീറോയിനെയും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതും കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ചെറിയ ഹീറോനെ അവിടുന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവരെയും അടിച്ച് ഗണ്ണും കൊണ്ട് അവിടുന്ന് പോകും. അങ്ങനെ ഈ കുട്ടി ഹീറോനെ നമ്മുടെ വില്ലൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ വില്ലൻ പറയും, ഇന്ന് ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ വലിയൊരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ അവിടെ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ പേരിൽ നിന്റെ മോൻ തന്നെയായിരിക്കും ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, നീ എങ്ങനെയാണ് എന്നെ ദേശദ്രോഹി എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തിയിട്ട് അപമാനപ്പെടുത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ നിന്നെ ഞാനും അപമാനപ്പെടുത്തും. അങ്ങനെ ഇവന് വലിയ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതാ അടുത്ത ട്വിസ്റ്റ്, അവിടത്തേക്ക് നമ്മുടെ ഹീറോയിൻ്റെ ഗ്യാങ് ഒക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ അവർ വന്നിട്ട് നമ്മുടെ വില്ലനെ ലോക്ക് ചെയ്യും.
എയർപോർട്ടിലുള്ള CCTV ഫുട്ടേജൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവനിക്ക് വില്ലൻ എവിടെയാണ് ഉള്ളതെന്നുള്ള ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടാകും. അതുമാത്രമല്ല നമ്മുടെ സഞ്ജയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവർ റെയ്ഡ് ചെയ്തിട്ടുണ്ടായില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ പ്ലാനും അതും ഇതൊക്കെ ഇവർക്ക് കണ്ടുപിടുത്താൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ എവിടെയാണ് ബോംബ് വെക്കുന്നതെന്ന് മാത്രം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ചെന്നൈയിൽ എവിടെയാണ് ഈ ബോംബ് വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മുടെ മേനോനെ കണ്ടുപിടിച്ച് അവൻ്റെ വായിൽ നിന്ന് തന്നെ ചെപ്പോക്ക് സ്റ്റേഡിയം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഇത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിൽ ക്യാമറ ഓപ്പറേറ്റിംഗ് റൂമിൽ തന്നെ നമ്മുടെ സഞ്ജയ് ഉണ്ടാകും. അങ്ങനെ അവനവിടെ ഫുള്ള് കൺട്രോളിൽ ഉള്ള എല്ലാവരെയും ഷൂട്ടൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാകും. ഇനി ഇവൻ്റെ പ്ലാന് ലെഫ്റ്റ് സൈഡിലുള്ള ഇതിൽ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ആൾക്കാരൊക്കെ എസ്കേപ്പ് ആകും. അപ്പോൾ ആ ടൈമിൽ തന്നെ ഓഡിയൻസിൻ്റെ കൂടെ ഉള്ള ഓഡിയൻസ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാം. 10 ഓവറിനുള്ളിൽ നമ്മുടെ കുട്ടി ഹീറോ ചോദിച്ച പണം ഹീറോ കൊടുത്തിട്ടില്ലെങ്കിൽ പണം കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കി എന്നുള്ള കാരണം എനിക്ക് കിട്ടും. അതുമല്ല, അഥവാ പണം തരാൻ ഹീറോ തയ്യാറാണെങ്കിൽ തന്നെ പണം വാങ്ങിയിട്ട് ഹീറോയും കൂടെ കൂട്ടു നിന്നിട്ടാണ് ഈ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ള ഫേക്ക് ന്യൂസിൽ ഹീറോൻ്റെ തലയിലെല്ലാം കെട്ടിവെക്കാനായിരുന്നു നമ്മുടെ സഞ്ജയിൻ്റെ പ്ലാൻ. അപ്പം തന്നെ പെട്ടെന്നായിരിക്കും അങ്ങോട്ട് നമ്മുടെ ഹീറോൻ്റെ എൻട്രി. അങ്ങനെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് വാക്ക് തർക്കത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഹീറോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ ചീനു അവന് ആ ബോംബ് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ബോംബ് എടുത്തിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ഹീറോൻ്റെ ഗ്യാങ്ങും വില്ലൻ്റെ ഗ്യാങ്ങും അവിടെ വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും വില്ലനെ കണ്ടുപിടിച്ചിട്ട് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരാളെ കാണും. അത് വേറെ ആയിരിക്കില്ല, നമ്മുടെ SK ആയിരിക്കും. അങ്ങനെ നമ്മുടെ വില്ലനെ ലോക്ക് ചെയ്തിട്ട് ഹീറോ എന്താക്കും, SKൻ്റെ കയ്യിൽ ഒരു ഗണ്ണ് കൊടുക്കും. എന്നിട്ട് പറയും, ഇത്രയും ആൾക്കാരുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണുള്ളത്, നിങ്ങളെങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണമെന്ന് നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് SKൻ്റെ കയ്യിൽ ഗണ്ണ് കൊടുത്തിട്ട് പോകും. അപ്പോൾ നമ്മുടെ SK ഹീറോയ്ക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു സൈഡിൽ നമ്മുടെ കല്യാണം എനിക്ക് കാണിക്കുന്നത്. കല്യാണം നമ്മുടെ മേനോൻ എവിടെയാണെന്നുള്ളത് തിരഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ പെട്ടെന്നൊരു ട്വിസ്റ്റിൽ നമ്മുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞ സുനിലില്ലേ അവൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതാ പെട്ടെന്ന് വേറെ ഒരു ട്വിസ്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയ്ക്ക് ഒരാൾ കോൾ ചെയ്തിട്ട് പറയും ഹാർബറിൽ അബ്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ പേര് അബ്ദു എന്നാണെന്ന് നമ്മുടെ ഹീറോയിനും ഹാർബറിലുള്ള അയാൾക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഹീറോ പറയാണ്ട് തന്നെ നമ്മുടെ കല്യാണില്ലേ അവന് ആ ഹാർബറിലുള്ള ഓഫീസറിനെ കോൾ ചെയ്തിട്ട് ഹാർബറിൽ പിടിച്ചിട്ടുള്ള അബ്ദുവിനെ റിലീസ് ചെയ്യുന്നത് പറയും. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ ഹീറോയിന് ഡൗട്ട് വന്നിട്ടുണ്ടാവുക കല്യാണിൻ്റെ മേലിൽ. അതുകൊണ്ട് തന്നെ കല്യാണിനെ ഡൗട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടി ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്ത ഗണ്ണിൽ ഡമ്മി ബുള്ളറ്റ് ഇരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സുനിൽ മരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഇതിന് ശേഷം നമ്മുടെ സുനിലും കല്യാണും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് ആയിരിക്കും പിന്നീട് നടക്കുന്നത്. പിന്നെ നമ്മുടെ ഹീറോ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ്റെ മോളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടില്ലേ നേരത്തെ ബോംബ് ഇതാക്കിയ അവന് ആ ബോംബിൻ്റെ എന്തോ സംഭവമില്ലേ അത് നമ്മുടെ ഹീറോയിൻ്റെ മോളെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇത് ഹീറോയിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ വില്ലൻ്റെ ഗ്യാങ്ങിലുള്ള ഒരാൾ നമ്മുടെ ഹീറോയിൻ്റെ മോളെ കയ്യിൽ ഈ സംഭവം ഉള്ളത് കാണും. പിന്നീട് നമ്മുടെ വില്ലൻ്റെ ഗ്യാങ്ങും ഹീറോയിൻ്റെ ഗ്യാങ്ങും തമ്മിൽ വലിയൊരു ഫൈറ്റാണ് ഉണ്ടാകുന്നത്. ആ ടൈമിൽ തന്നെ അവിടെ നമ്മുടെ CSK വേഴ്സസ് MI വലിയ മാച്ച് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ മേലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ഹീറോയും വലിയ ഹീറോയും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടാകും. നമ്മുടെ കുട്ടി ഹീറോ അനിയത്തിയാന്ന് പോലും നോക്കാണ്ട് നമ്മുടെ ഇവൻ്റെ ഹീറോയിൻ്റെ മോളിലെ അവളെ വല്ലാണ്ട് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഹീറോ എന്തൊക്കെ സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടി ഹീറോ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവൻ്റെ അനിയത്തിനെ അവന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ഇവനോട് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും, നീ ആരെ ഫാനാന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ഞാൻ തലേൻ്റെ ഫാനാന്ന്. അപ്പോൾ തന്നെ നമ്മുടെ വലിയ ഹീറോ വന്നിട്ട് ഇവൻ്റെ തലക്കിട്ടിട്ട് നെറ്റിയിൽ ഒരൊറ്റ കുത്തു കൊടുക്കും. വേറൊരു നിവൃത്തിയൊന്നും ഇല്ലാത്തതും കൊണ്ട് തന്നെ നമ്മുടെ വലിയ ഹീറോ ഈ കുട്ടി ഹീറോനെ കൊല്ലും. അങ്ങനെ നമ്മുടെ ഹീറോ ഈ സ്റ്റേഡിയത്തിനെ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷിച്ച് അവൻ്റെ മോളെ ഈ കുട്ടി ഹീറോയിലെ അവൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിട്ട് പോകും. ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതോടെ ഈ സിനിമ കഴിഞ്ഞിരുന്നില്ലേ? പക്ഷേ അല്ല, ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇത്ര നേരം നമ്മൾ സഞ്ജയ് എന്ന് പറഞ്ഞൊരു ഹീറോയിനെയല്ലേ കണ്ടേ, വില്ലൻ മേനോന്റെ പയ്യൻ നല്ല ഇവനെ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ആക്ച്വലി ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു
ദളപതിയും കൂടെ ഇവിടെ ഉണ്ട്. ജീവൻ മീശയൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ജീവനോടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവനാണ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് സഞ്ജയിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന സഞ്ജയാണ് ഇത്രയും ദിവസം നമ്മുടെ ഹീറോന്റെ വീട്ടിൽ കഴിഞ്ഞത്. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് മരിച്ച നമ്മുടെ സഞ്ജയിന്റെ ബോഡീനെ പ്രിസർവ് ചെയ്യുന്ന ഒരു സീന് കാണിച്ചിട്ട് ഈ സിനിമേന്റെ അവസാനമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം സഞ്ജയ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഒറിജിനൽ ഹ്യൂമൻ ബീയിങ് ആണോ അതോ ഒരു ക്ലോണിങ് മെറ്റീരിയൽ ആണോ എന്നുള്ള ഒരു ട്വിസ്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം ഇതൊരു പ്രിസർവ് ചെയ്ത ബോഡി ആയിട്ട് മാത്രമാണ് ഇവിടെ ലാസ്റ്റിൽ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മുടെ സിനിമ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള പുതിയ സിനിമകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുതേ. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കൂടെ എന്നെ അറിയിക്കണേ. എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.